बाकी सब मैं देख लूंगी। अब आप जा सकते हैं। मैडम, वेट। लगता है कोई इन्फॉर्मर आए हैं। कहिए, आप मुझे क्या इन्फॉर्मेशन देना चाहते हैं? बताइए। डरिए नहीं, आपको कोई कुछ नहीं करेगा। प्लीज गो। सिट डाउन। ഞാൻ ഇൻഫോർമർ അല്ല. പിന്നെ? ഐ ആം മേജർ മാധവൻ. മാധവൻ? അതെ, എന്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി. എന്റെ മക്കൾ ഗംഗ, ഗൗതം. എന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പിയാലും അരുതെന്ന് ഞാൻ പറയില്ല. പതിമൂന്ന് വർഷം ഞാൻ കാശ്മീർ ജയിലിലായിരുന്നു. 13 വർഷം തീഹാർ ജയിലിലും. ഈ മഞ്ഞിൽ ഇനി കയറിക്കിടക്കാൻ ഒരിടം വേണം. എന്താ വേണ്ടത്? റോത്താൻ വാലിയിലേക്ക് പോവാൻ ഞങ്ങൾക്കൊരു പാസ് വേണം. അറിയുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്താലേ പാസ് ഇഷ്യൂ ചെയ്യൂ. മോക്ക് ഈ ഫ്യൂജിറ്റീവിനെ അറിയാം. സമയമുള്ളപ്പോ ഇതൊന്ന് ഒപ്പിട്ട് വെച്ചേക്കണം. बोल, तेरा पति कहाँ है? उसने इंडियन आर्मी को धोखा दिया है। मैं नहीं जानती हूँ वो कहाँ गया है, मुझे नहीं मालूम साहब। तुम जानती हो? कहाँ है माधवन? नहीं, उनसे मेरा कोई संबंध नहीं है। मेरे बच्चों को एक ऐसे पिता नहीं है। मुझे नहीं मालूम। झूठ मत छोड़ दो, छोड़ दो मेरे बच्चों को। उन्हें कुछ नहीं करना प्लीज, उन्हें कुछ नहीं करना प्लीज। ഇന്നലെ ഞാൻ അച്ഛൻ വന്നോന്ന് സ്വപ്നം കണ്ടു. ഗംഗേ, നീ ഇത് കണ്ടോ? നീ മറക്കണം ആ ജന്തുവിനെ. അയാൾ നമ്മുടെ ആരുമല്ല. അച്ഛനോട് എന്താ പറയേണ്ടത്? ഉത്തരം നെഗറ്റീവ് ആണെങ്കിലും ഞാനത് പറയില്ല. അലഹബാദിലെ ഓർഫനേജിലെ പൊള്ളുന്ന ചൂടിൽ നിന്ന് എന്നെ എടുത്തു വളർത്തിയത് വളർത്തച്ഛനായിട്ടല്ല, അച്ഛനായിട്ടാ. ആ മനസ്സ് നീറുന്നതും കണ്ണ് നിറയുന്നതും കാണാൻ എനിക്ക് വയ്യ. പറയാൻ പറഞ്ഞുകൊണ്ട് പറയാ, വലിയ ഈ മക്കളുടെ മുമ്പിൽ എത്ര ചെറുതാവാനും അച്ഛൻ തയ്യാറാ. അച്ഛനോട് നീ പറയണം,
ഞാൻ വന്ന് കണ്ടോളാന്ന്. ഗംഗയെ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ നിന്നെ മറന്നോന്നൊരു സംശയം, അതല്ലേ? എനിക്ക് പേടിയുണ്ട്. എന്തിന്? ഒരു ദിവസം ഞാൻ നിന്നെ ഈ മഞ്ഞിലൂടെ അങ്ങ് തിരിച്ചു നടത്തുമെന്ന്. അലഹബാദിലെ ഓഫനേജിന്റെ മുമ്പിൽ ഇപ്പോഴും ഭയങ്കര ചൂടാ, നീ കരിഞ്ഞു പോവും. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായോ? മക്കൾക്ക് വേണ്ടി ഈ മഞ്ഞിൽ വർഷങ്ങളോളം തപസരിക്കാനും അച്ഛൻ തയ്യാറാ. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞതാണ്. കുറ്റിക്കാട്ടിലും പൈൻകാട്ടിലും ഒളിച്ചും പതുങ്ങിയും കള്ളനെ പോലെ വന്നു നിന്ന് മകളെ കാണേണ്ട ഗതികേട് ലോകത്ത് ഈ അച്ഛന് മാത്രമല്ലേ ഉള്ളൂ. കൈനീട്ടിയാൽ എത്താവുന്ന ദൂരത്ത് വരെ നിന്റെ അടുത്ത് വരാൻ എനിക്ക് പറ്റി. അത് നിന്റെ നല്ല മനസ്സ്. പക്ഷേ മകന്റെ മുന്നിൽ അച്ഛനെ കണ്ടുന്ന് അവനോട് പറയാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല. ഇന്നലത്തെ എട്ടും പൊട്ടും തിരിയാത്ത ചെറുക്കനല്ല അവൻ. അവന്റെ മനസ്സിൽ അച്ഛൻ. വേണ്ട, മനസ്സിൽ ഉറച്ചുപോയ വെറുപ്പല്ലേ. ഒറ്റ രാത്രി കൊണ്ട് മഞ്ഞുരുകുന്ന പോലെ ഉരുകില്ല. അച്ഛന്റെ നിഴൽ കണ്ടാൽ വലിച്ചു കീറാൻ കൈധരിക്കുന്ന മകൻ, മകനെ കാണാൻ ഇഷ്ടപ്പെടുന്ന അച്ഛനും. ലഡാക്കിലെ പട്ടാളക്കാർ വലിച്ചിരുന്ന ചുരുട്ടിന്റെ ചൂട് അച്ഛൻ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അവനറിയാം. ബാരക്കിൽ ഒരു ചെന്നായെ പോലെ വായിൽ മനുഷ്യച്ചോരയുമായി വിരളി പിടിച്ചു നടന്ന ഒരു ബീഹാറി മേജറെ അച്ഛൻ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നെയിൽ പ്ലക്കർ കൊണ്ട് അയാൾ വലിച്ചു പറിച്ചെടുത്ത അമ്മയുടെ കയ്യിലെ 10 നഖങ്ങൾ, അവനെ താലോലിച്ചിരുന്ന കൈകൾ വെട്ടിയെടുത്ത് മഞ്ഞിലേക്ക് വലിച്ചെറിയുന്നത് കണ്ടു നിന്നവനവൻ. 5 വയസ്സിൽ കണ്ണീരല്ല, തീയായിരുന്നു അവന്റെ കണ്ണിൽ. നീ എന്തിനാണ് വിളിപ്പിച്ചത്? ആദ്യം കുടിച്ചീരട്ടെ എന്നിട്ട് പറയാം. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്ര വലിയ ആൽക്കഹോളിക് ഒന്നും ആയിട്ടില്ല. നീ കാര്യം പറ. എനിക്കും നിനക്കും ആഘോഷിക്കാൻ വർഷത്തിൽ വരുന്ന ഒരേ ഒരു ദിവസമാണ് നാളെ. ശരി, ആഘോഷിച്ചോളാം. പിന്നെ പിന്നെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മുടെ അച്ഛൻ. എന്നിട്ട് സ്വപ്നത്തിൽ അയാൾ നിന്നെ കൊന്നോ? ഗൗതം, ശത്രുക്കൾ സ്വപ്നത്തിൽ വന്ന് പേടിപ്പിക്കും, അത് പതിവാ. അമ്മയെ പ്രാർത്ഥിച്ച് കിടക്കണം, പിന്നെ അയാൾ പേടിപ്പിക്കില്ല. നീ ചെല്ല്. ഏയ് മറക്കണ്ട, നാളെ ബർത്ത്ഡേയാ. അങ്ങനെ നമ്മുടെ 29 വയസ്സും പറന്നുപോയി. ഇനി 30. അതെ, 30-ൽ മംഗല്യമെന്ന അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അല്ല, താല്പര്യമില്ലാത്തവർക്ക് വേണ്ട എന്നും പ്രമാണത്തിലുണ്ട്. കൽക്കട്ടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ. ഗൗതം കൽക്കണ്ടമാണോ? ആണെന്ന് തന്നെ വെച്ചോ. ഏയ് അല്ല, ഗൗതത്തിന് പറ്റിയ വല്ല ലേഡി ടാർസനും ആയിരിക്കോ? തന്റെ പെണ്ണിന്റെ കാര്യമല്ല പറഞ്ഞത്. അയ്യോ, നിന്നെ കുറിച്ച് പറഞ്ഞു കേട്ടോ. സോറി. സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇവളൊരു ചെറിയ ലേഡി ഫാൻഡോ ദേ, കണ്ടോ? നീ ഒരുമാതിരി ചീപ്പ് സസ്പെൻസ് ഉണ്ടാക്കാതെ ആളാണെന്ന് പറ. ഇത് വലിയ ട്രച്ചുകിടി ആയല്ലോ മാഡം. പേര് മാത്രം ഞാൻ. Attention everybody. Ready? 1, 2, 3, announce. അമലേന്ദു. അമലേന്ദു പേര് കേട്ടിട്ട് ഒരു അങ്ങാടി മരുന്നിന്റെ ചുവയുണ്ടല്ലോ. വല്ല വൈദ്യന്റെ മോളാണോ? ബംഗാളിയാണോ? അല്ല, മലയാളിയാ. അമലേന്ദു. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. Yeah, I got it. 1994 Himalayan car rally winner, Amalendu, Miss Superfast. Yeah! No, ഇത് ശരിയാവുന്ന കേസല്ല. ഭർത്താവ് അങ്ങ് മലയിലും ഭാര്യ കാറിലും. നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ? നിനക്ക് സ്വപ്നം കൂടി കാണാൻ പറ്റാത്ത പെണ്ണ്. എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന പെണ്ണ് മതി. ഈ ആണുങ്ങളുടെ ഈഗോ അങ്ങ് മാറ്റിവെക്ക്. ഗൗതം അമലേന്ദു നല്ല കോമ്പിറ്റന്റ് ടീമാ. ഒരാൾ മൗണ്ടനിയറിംഗിലൂടെ, മറ്റേ കാർ റാലിയിലൂടെ, രണ്ടുപേരും ഹിമാലയം കീഴടക്കി വരാം. എന്താ? ഫോർ യുവർ ഇൻഫർമേഷൻ ബ്രദർ, അടുത്ത കാർ റാലിയുടെ ട്രയൽ റണ്ണിന് വേണ്ടി അമലേന്ദു നാളെ ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഈ വരവ് നിന്നെ കാണാൻ കൂടി വേണ്ടിയാ.
അപ്പോ ആണ് കാണൽ ചടങ്ങാണ്.